അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ബഹുമാന്യ അധ്യക്ഷൻ റഹ്മത്തുള്ളാഹി സാഹിബ്, മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, എസ്.ടി.യുവിൻ്റെ മറ്റ് സാരഥികൾ, വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള മുസ്ലിം ലീഗിൻ്റെ മുതിർന്ന നേതാക്കൾ, എം.പിമാർ, എം.എൽ.എമാർ, പോഷക സംഘടനകളുടെ നേതാക്കൾ, ഇവിടെ കൂടിയ പ്രിയ സഹോദരി സഹോദരന്മാർ, സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം 69ാം ആണ്ടിൽ നടത്തപ്പെടുന്ന STU at 69 എന്നാണല്ലോ ഈ വർഷത്തെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രത്യേകതയും പ്രാധാന്യമൊക്കെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലുമൊക്കെ നമുക്ക് കേൾക്കുവാൻ കഴിയും. ഉത്തരവാദിത്ത ബോധമുള്ള, അവകാശബോധമുള്ള തൊഴിലാളി പ്രസ്ഥാനമായി, തൊഴിലാളി യൂണിയനായി, അതാണ് STUവിൻ്റെ ചരിത്രം എന്നുള്ളത്. STU തൊഴിലാളികൾക്ക് എന്താണ് ഇത്ര കാലം കൊണ്ട് നൽകിയത് എന്നുള്ളതിൻ്റെ ഒറ്റവാക്കിലെ ഉത്തരവാദിത്വം. STU തൊഴിലാളികളെ മുദ്രാവാക്യ തൊഴിലാളികളാക്കിയില്ല എന്നുള്ളതാണ്. അവകാശബോധമുള്ള തൊഴിൽ സമൂഹമായി STUവിനെ മാറ്റിയെടുത്തു എന്നുള്ളത് തന്നെയാണ് STU തൊഴിൽ മേഖലയ്ക്ക് നൽകിയിട്ടുള്ള ഏറ്റവും വലിയൊരു സംഭാവന എന്നുള്ളത്. തൊഴിൽ മേഖലയിൽ തൊഴിലാളിയും അതുപോലെ തന്നെ മുതലാളിയും ഉണ്ടാവും. തൊഴിലാളിയും മുതലാളിയും നമ്മൾ ഏറ്റുമുട്ടലിൻ്റെ ഒരു സംസ്കാരം എപ്പോഴും ഏറ്റുമുട്ടലിൻ്റെ സംസ്കാരം മാത്രമായിക്കൂടാ. അവകാശങ്ങൾക്ക് വേണ്ടി നമുക്ക് ശബ്ദമുയർത്തേണ്ടതുണ്ട്, ശബ്ദം ഉയർത്തിയിട്ടുണ്ട്. STU എപ്പോഴും അവകാശങ്ങൾക്ക് വേണ്ടി മുഖം നോക്കാതെ, നിറം നോക്കാതെ ശബ്ദമുയർത്തിയുള്ള പ്രസ്ഥാനമാണ്. അതേ അവസരത്തിൽ തൊഴിൽ മേഖലയുമായി, തൊഴിലുടമകളുമായി ആരോഗ്യകരമായിട്ടുള്ള ബന്ധവും കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത്, അതിനും STU പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നാണ് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ വേണം. തൊഴിലാളികൾക്ക് തൊഴിൽ വേണമെങ്കിൽ വ്യവസായം ഇവിടെ വേണം. വ്യവസായം ഭംഗിയായി നടക്കണമെങ്കിൽ അതിനനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ വേണം. അത് കേവലം മുതലാളിത്ത വിരുദ്ധ സമീപനത്തിലൂടെ അതിനില്ലാതാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ. ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ആവശ്യമാണ്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെ നമുക്ക് സ്വാഗതം ചെയ്യേണ്ടതുണ്ട്. അവരെ തിരിച്ചോടിക്കുകയല്ല വേണ്ടത്. ഇന്നിപ്പോൾ എല്ലാ രാജ്യക്കാരും ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനവും, കേരളമാണ് അതിനൊരു അപവാദമായിട്ടുള്ളത്. എല്ലാ സംസ്ഥാനവും ഇൻവെസ്റ്റേഴ്സിനെ സ്വീകരിക്കുകയാണ്. ഗവൺമെൻറ്റും സ്വീകരിക്കുന്നു. ഓരോ സംസ്ഥാനത്തിലെയും തൊഴിലാളികളും അവരെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥ ഇന്നുണ്ട്. അപ്പോൾ അതൊരു പ്രതീക്ഷയോടെയുള്ളതാണ്. അതേ അവസരത്തിൽ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ശക്തമായി എതിർക്കുക എന്നുള്ളതും അതും നമുക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. അത് STU എപ്പോഴും ചെയ്തിട്ടുമുണ്ട്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ഇരട്ടത്താപ്പാണ് നമുക്കിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആയാലും സംസ്ഥാന ഗവൺമെൻറ് ആയാലും, ഇപ്പോൾ റഹ്മത്ത് സാഹിബ് ഇവിടെ സൂചിപ്പിച്ചു, തൊഴിലാളി വിരുദ്ധ നയങ്ങളുമായിട്ടാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്. കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ സംസ്ഥാനത്തും കേന്ദ്രത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അത് അങ്ങേയറ്റത്തെ നിരാശ ഉണ്ടാക്കുന്നു. പല തൊഴിൽ നിയമങ്ങളും അങ്ങനെയാണ്. തൊഴിലാളിയുടെ സുരക്ഷ സംബന്ധിച്ച നിയമം നാട് പാർലമെൻറ്റ് പാസ്സാക്കി. തൊഴിലാളികളുടെ സാലറി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പാർലമെൻറ്റ് ഒരു കോഡ് പാസ്സാക്കി. അതുപോലെ തൊഴിലാളിയും അതുപോലെ തന്നെ വ്യവസായവുമായിട്ടുള്ള തൊഴിൽ മേഖലയുടെ ബന്ധങ്ങൾ അതിനെ നിർവചിച്ചുകൊണ്ടുള്ളൊരു കോഡ് പാർലമെൻറ്റ് പാസ്സാക്കി. ഇതിലെല്ലാം തന്നെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള സമീപനമായിരുന്നു. അത് കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളാണ് കൊണ്ടുവന്നത്. മഹാനായ ജവഹർലാൽ നെഹ്റുവിനെ പോലെയുള്ള ഭരണാധികാരികൾ ഭരിച്ച നമ്മുടെ രാജ്യത്ത് നെഹ്റു എന്നും തൊഴിൽ മേഖലയോടും തൊഴിലാളികളോടും വളരെ
ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു പെരുമാറിയിരുന്നത്, വളരെ സൗഹൃദപൂർവ്വമായിട്ടായിരുന്നു അദ്ദേഹം തൊഴിൽ മേഖലയോടും തൊഴിലാളികളോടും പെരുമാറിയിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ ചെയ്യുന്ന മഹാത്മാഗാന്ധിയുടെ പേര് പോലും തൊഴിൽ മേഖലയിൽ നിന്നും അവർ വെട്ടിമാറ്റുന്നു എന്നുള്ളതാണ്. നെഹ്റുവിന് ശേഷവും കോൺഗ്രസിൻ്റെ ആ പാരമ്പര്യം ഇവിടെ തുടർന്നു. അത് പ്രിയങ്കരനായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പോലും അതിവിടെ നിലനിന്നു, ആ സൗഹൃദ സമീപനം. ആ സൗഹൃദ സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ് മഹാത്മാഗാന്ധിയുടെ നാമത്തിലുള്ള തൊഴിൽ ഉറപ്പ് പദ്ധതി ഇന്ത്യയിൽ കൊണ്ടുവന്നത്. ലോകത്ത് എവിടെയും അത്തരമൊരു പദ്ധതി ഇല്ല എന്നുള്ളതാണ്. ആർക്കും എപ്പോഴും തൊഴിൽ നേടാവുന്ന, ആർക്കും എപ്പോഴും അവരുടെ അക്കൗണ്ടുകളിലേക്ക് വേതനം പറ്റാവുന്ന തരത്തിലുള്ളൊരു പദ്ധതിയാണല്ലോ ഡോക്ടർ മൻമോഹൻ സിംഗ് കൊണ്ടുവന്നത്. എല്ലാവർക്കും തൊഴിൽ സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ആ പരിശ്രമങ്ങൾ, അതാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഇല്ലാതാക്കുന്നത്. മഹാത്മാഗാന്ധിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് വിട്ടുമാറ്റി അവരുടെ ലക്ഷ്യം തൊഴിലുറപ്പ് പദ്ധതിയെ തന്നെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളൊക്കെ എടുക്കുമ്പോൾ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുവാനുള്ള ബാധ്യത തൊഴിലാളി യൂണിയനുകൾക്കുണ്ട്. അത് തീർച്ചയായിട്ടും STU ഇപ്പോഴും ആ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. മഹാന്മാരായ നേതാക്കന്മാരുടെ ആ ഒരു പാരമ്പര്യം ഇവിടെ പറഞ്ഞു. സീതി സാഹിബിൻ്റെ പാരമ്പര്യമുണ്ട്, അവരുടെ മാർഗദർശനങ്ങളുണ്ട്. അതുപോലെ CH മുതുവായ സാഹിബ്, അദ്ദേഹമൊക്കെ പുലർത്തിയ തൊഴിൽ മേഖലയിൽ തൊഴിലാളികളോടൊക്കെ അദ്ദേഹം പുലർത്തിയിട്ടുള്ള വളരെ ഹൃദയപൂർവ്വമായിട്ടുള്ള സമീപനങ്ങൾ, മാർഗദർശനങ്ങൾ, അതൊക്കെ തന്നെ STUവിന് എന്നും മാർഗദർശകമായിട്ടുണ്ട്. അതൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഇനിയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. STU ഒരു റഡാറായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തൊഴിൽ വിരുദ്ധ നിയമങ്ങൾക്കെതിരെ, അത് കേന്ദ്രം കൊണ്ടുവന്നാലും സംസ്ഥാനം കൊണ്ടുവന്നാലും തൊഴിലാളി വിരുദ്ധ നിയമങ്ങൾക്കെതിരെ STU ഒരു റഡാർ പോലെ പ്രവർത്തിക്കുന്നു. ആ റഡാർ നിങ്ങൾക്ക് എപ്പോഴും അതിൻ്റെ വിവരം നൽകുന്നു, അതിനനുസരിച്ച് പ്രതികരിക്കുവാൻ നിങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുന്നു. റഹ്മത്തുള്ളാഹി സാഹിബിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയൻ എന്നുള്ളത്. കേരളത്തിൽ ഒരുപാട് പ്രശ്നമുണ്ടല്ലോ. കേരളത്തിൽ ഇവിടെ പറഞ്ഞു, വ്യവസായങ്ങളൊക്കെ പൂട്ടിക്കൊണ്ടിരിക്കുന്നു, നമുക്ക് ജോലി ചെയ്യാനുള്ള ഇടമില്ല. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ വന്നുകൊണ്ടിരിക്കുന്ന ദുഷ്പ്രവണതകൾ, അവിടെയും നമ്മുടെ കാർഷിക വിഭവങ്ങൾക്ക് വിലയില്ല, കൃഷിക്കാരന് വേണ്ടത്ര സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല, അവൻ്റെ അധ്വാനത്തിനനുസരിച്ചുള്ള പ്രതിഫലം അവർക്ക് നൽകുന്നില്ല. അതിനെതിരെ പ്രതിഷേധിക്കുന്നവരെ അവരുടെ മുഖത്ത് പോലും നോക്കുന്നില്ല ഗവൺമെൻറ്. കേന്ദ്രമായാലും സംസ്ഥാനമായാലും. കേന്ദ്രത്തിൽ നമുക്ക് കർഷക സമരത്തോട് കേന്ദ്രം നടത്തിയ സമീപനം അങ്ങനെ ആയിരുന്നല്ലോ. അതിനൊരു വിലയും കൽപ്പിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ ആശാവർക്കർമാർ, അവരുടെയൊക്കെ സേവനങ്ങൾ ഒരുതരം മാതൃത്വ തുല്യമായിട്ടുള്ള സേവനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീടുകളിലും അതുപോലെ തന്നെ സേവന കേന്ദ്രങ്ങളിലുമൊക്കെ അവർ ജനങ്ങൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, സഹോദരന്മാർക്ക് അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സേവനങ്ങൾ, ആ സേവനങ്ങളുടെ പേരിൽ അവർ സമരം നടത്തി. അതിന് ഗവൺമെൻറ്റിൻ്റെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് മാസങ്ങളോളം അവർ സമരം നടത്തി. ആ ആശാവർക്കർമാരെ നിരാശാവർക്കർമാരായി മാറ്റി എന്നല്ലാതെ അവർക്ക് വേണ്ടി ഒരു വിധത്തിലുള്ള ആനുകൂല്യവും നൽകാൻ സർക്കാർ ആ സമരത്തിൻ്റെ പേരിൽ തയ്യാറായില്ല. ഇപ്പോൾ ഇലക്ഷൻ വന്നുകൊണ്ട് എന്തൊക്കെ ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നു കേൾക്കുന്നു. പക്ഷേ അവർ ആവശ്യം ഉന്നയിച്ച സന്ദർഭത്തിൽ അവരെ അങ്ങേയറ്റം നിരാകരിച്ചൊരു സമീപനമാണ് ഗവൺമെൻറ്റിൽ നിന്നുണ്ടായത്. അപ്പോൾ ഈ തൊഴിൽ വിരുദ്ധത, ഇത് വാസ്തവത്തിൽ അതിപ്പോൾ കേരളം ഭരിക്കുന്ന സർക്കാർ തൊഴിലാളി എന്നാണല്ലോ പറയപ്പെടുന്നത്. പക്ഷെ അവർ ഇവിടെ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത്, കേന്ദ്രം ചെയ്യുന്നത് പോലെ തന്നെ.
അത് മാർക്സ് പാർട്ടിയുടെ മുൻകാല നേതാക്കളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ്. കോർപ്പറേറ്റുകൾ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് അവരുടെ ലാഭം മാത്രമാണ്. അതിനെ മാത്രം അനുകൂലിക്കുന്ന, അതിനു വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്ന തരത്തിൽ തൊഴിലാളി വിരുദ്ധ ഗവൺമെൻറ്റുകളായിട്ട് കേന്ദ്രവും സംസ്ഥാനവും മാറുമ്പോൾ അതിനെ ഇവിടെ നിന്നും ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണ് തൊഴിലാളികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് STUവിൻ്റെ ഈ സമ്മേളനം എന്നിവിടെ പറയുകയുണ്ടായി. എന്നതുപോലെ തന്നെ STU നടത്തുന്ന ഒരുപാട് സമരങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നടത്തുവാൻ സാധിച്ചു. എന്നാൽ സമരങ്ങളോടൊക്കെ പിന്തിരിഞ്ഞു നിൽക്കുന്ന ഗവൺമെൻറ് ഒരു കാര്യം മനസ്സിലാക്കണം, ഏറ്റവും വലിയൊരു സമരം വരാനിരിക്കുന്നു എന്നുള്ളതാണ്. 2 മാസത്തിനുള്ളിൽ വലിയൊരു സമരം കേരളത്തിൽ വരാനിരിക്കുകയാണ്. ജനാധിപത്യപരമായിട്ടുള്ള സമരമാണ്. ആ സമരത്തിൽ ഗവൺമെൻറ് ഇവിടെ ഒലിച്ചു പോവുക തന്നെ ചെയ്യും. പുതിയൊരു ഗവൺമെൻറ് വരും. ഐക്യജനാധിപത്യ മുന്നണി ഇൻഷാ അല്ലാഹ് അധികാരത്തിൽ വരും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, അപ്പോഴും വല്ല തൊഴിൽ വിരുദ്ധ സമീപനവും ഗവൺമെൻറ് എടുക്കുകയാണെങ്കിൽ രാഷ്ട്രീയം നോക്കാതെ നിങ്ങൾ സമരം ചെയ്യണം എന്നാണ് എനിക്ക് എപ്പോഴും പറയാനുള്ളത്. അത് തിരുത്താനുള്ള ശക്തി തൊഴിലാളികൾ തിരുത്തുന്നവരാണല്ലോ. തൊഴിലാളികൾ നിർമ്മിക്കുന്നവരും അതേ അവസരത്തിൽ തിരുത്തുന്നവരുമാണ്. ഏത് കാര്യത്തിലും നിർമ്മിക്കുവാനും തിരുത്തുവാനുമുള്ള അവകാശം തൊഴിലാളികൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. അത് STU ഏറ്റവും ഏറെ അത് മനസ്സിലാക്കും. STUവിൻ്റെ ചരിത്രം അതാണ്, നിർമ്മിക്കുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ള ചരിത്രം. അതിനിയും നമുക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. റഹ്മത്തുള്ളാഹി സാഹിബ് നേരത്തെ പറഞ്ഞ അദ്ദേഹം ലീഗിലേക്ക് വന്നപ്പോൾ അതുവരെ അദ്ദേഹം CPIയുടെ ആളായിരുന്നു. അപ്പം ഞാൻ ഫോണിൽ അദ്ദേഹത്തിൻ്റെ ഞാൻ പേര് നമ്പറും ഫീഡ് ചെയ്തത് CPI റഹ്മത്തുള്ളാഹി ബ്രാക്കറ്റിൽ CPI എന്നിട്ടിട്ടാണ്. എപ്പോഴും മാറ്റിയിട്ടില്ല. പക്ഷെ അത് നിങ്ങൾ വിചാരിച്ച CPI അല്ല. അതിൽ C എന്നുള്ളത് ക്യാരക്ടർഷിപ്പാണ്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർഷിപ്പ് അത്ര ബോൾഡാണ്. P എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ്, ലീഗിൻ്റെ പൊളിറ്റിക്സാണ് ഇപ്പോൾ ഉള്ളത്. I എന്നുള്ളത് ഇൻ്റലിജൻ്റാണ്. അദ്ദേഹം ഇൻ്റലിജൻ്റാണ്. അപ്പോൾ ആ നിലക്കാണ് ഞാൻ കാണുന്നത്, അല്ല വേറെ CPI അല്ല. ഏതായാലും അതൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ അദ്ദേഹത്തിൻ്റെ ആ കഴിവും അദ്ദേഹത്തിൻ്റെ ആ നേതൃശക്തിയും ഒക്കെ പ്രയോജനപ്പെടുത്തുവാൻ STUവിന് സാധിച്ചിട്ടുണ്ട്. വലിയ വിജയങ്ങൾ ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. പിന്നെ മറ്റൊരു കാര്യം, STUവിൻ്റെ പ്രവർത്തകന്മാരും നേതാക്കളൊക്കെ തെരഞ്ഞെടുപ്പിലും മത്സരിച്ചു വലിയ വിജയം കൈവരിച്ചു. ഇവിടെ നമ്മളെ മജീദ് വലാഞ്ചിറ മജീദ് കേരളത്തിലെ ഏറനാടിൻ്റെ തലസ്ഥാനത്തിൻ്റെ നഗരപിതാവാണ്. മഞ്ചേരി മുനിസിപ്പാലിറ്റിയുടെ നഗരപിതാവാണ് പ്രിയപ്പെട്ട മജീദ് സാഹിബ്. അതുപോലെ ഒരുപാട് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും ജില്ലാ പഞ്ചായത്തിലൊക്കെ വിജയിപ്പിക്കുവാൻ STUവിൻ്റെ നേതാക്കന്മാർ മത്സരിക്കും, അവരൊക്കെ വിജയിച്ച് വരികയും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് STUവിൻ്റെ രാഷ്ട്രീയ പ്രസക്തി കൂടിയാണ്. ഇതൊരു തൊഴിൽ സംഘടന എന്നുള്ള നിലക്ക് മാത്രമല്ല, STU ഒരു രാഷ്ട്രീയത്തിലും പ്രസക്തമായ ഒരു സംഘടനയാണ് എന്നവർക്ക് തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ നല്ല രീതിയിൽ തന്നെ നമുക്ക് മുന്നോട്ട് പോകണം. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കേരളം മാറ്റുവാൻ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. ആ ആഗ്രഹത്തിന് നിങ്ങൾ മുമ്പിൽ നിൽക്കണം. നിങ്ങൾ ഉറച്ച കാൽവെപ്പുകളോടെ ഐക്യജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നിങ്ങളുടെ പരിശ്രമങ്ങളുണ്ടായിരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ് ഹിന്ദ്. ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നു. അസ്സലാമു അലൈക്കും.